എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഒന്ന് രണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ചെറിയ വിഭവങ്ങളാണ്. നെത്തോലി അവിയൽ, ചീരത്തോരൻ, നാടൻ ചാള ഫ്രൈ. നെത്തോലി അവിയൽ മൺചട്ടിയിൽ റെഡിയാക്കി എടുത്തതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിരിക്കുന്നു. മനോഹരമായതിനോടൊപ്പം നല്ല രുചികരമായ ഒരു വിഭവമാണ് നെത്തോലി അവിയൽ. ഇത് എങ്ങനെ പാചകം ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. കൂട്ടത്തിൽ കാക്കയുടെയും പൂച്ചയുടെയും ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട്. തേങ്ങ തിരുമിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളി, ചെറിയ ഉള്ളി മുതലായവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. നെത്തോലി അവിയൽ വയ്ക്കാൻ നെത്തോലി, തക്കാളി, മാങ്ങ, തൊണ്ടമുളക്, ഉപ്പ്. തേങ്ങ ഒരുപാട് അരയ്ക്കാതെ ഇതുപോലെ തിക്കായിട്ട് അരച്ചെടുക്കണം. കറിവേപ്പില, ഉലുവ, വേണമെങ്കിൽ മാങ്ങയ്ക്ക് പകരം പുളിഞ്ചിക്ക ചേർക്കാം. അല്ലാതെ മുരിങ്ങക്കോലും നമുക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്. ഇത്രയും ഇട്ട് അടുപ്പിലേക്ക് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി കഴിക്കും. കാണുമ്പോൾ മത്തി പോലിരിക്കും. ഇത് മത്തിയല്ല, നാടൻ ചളയാണ്. നല്ല ടേസ്റ്റുള്ള ചെറിയ മീനാണ്. ഇത് ഫ്രൈക്ക് വേണ്ടിയാണ്. ചതച്ച വെളുത്തുള്ളി, പാകത്തിന് ഉപ്പ്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല കളറ് കിട്ടും, എരിവ് കുറവായിരിക്കും. പിന്നെ പെരുംജീരകപ്പൊടി അല്പം, നാരങ്ങ നീര്, ഒരു കഷ്ണം നാരങ്ങ നീര്, അല്പം വെളിച്ചെണ്ണ, നല്ലതുപോലെ വിരകിയെടുക്കുക. ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അടുത്ത് തയ്യാറാക്കുന്നത് ചീരയാണ്. ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഏറ്റവും നല്ല ഇലക്കറി ഒന്നാണ് ചുവന്ന ചീര. നല്ലതുപോലെ ചെറുതായി ഞുറുക്കിയെടുക്കുക. ഇത് ഞാൻ വളരെ വേഗത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നിങ്ങളും കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. വിരൽ കൂടി തോരൻ്റെ കൂടെ പോകും. അല്പം തേങ്ങ,
അല്പം മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയും മാത്രം മതി. കൂടുതലായിട്ട് ഒന്നും ഇതിന് ആവശ്യമില്ല. നല്ലതുപോലെ ചതച്ചെടുക്കുക. അല്പം ചൂട് കൊടുക്കുക. നമ്മുടെ തോരൻ റെഡിയായി കഴിക്കും. എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്ന് കരുതുന്നു. നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി എൻ്റെ ചാനലിനെ പിന്തുണയ്ക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.